ഹലോ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. മിനി ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. 2 ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. എന്താ അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഫുൾ ഡേ എടുക്കാൻ മാത്രം ഒന്നുമില്ല. കാരണം ഇവിടെ ലീവുള്ള ദിവസം മിക്കവാറും ഞങ്ങൾ 12-1 മണിക്കാണ് എണീക്കുക. കാരണം രാത്രി ലേറ്റ് ആവും നല്ല കിടക്കാൻ. അപ്പോൾ പിന്നെ 12-1 മണിക്കൊക്കെ എണീറ്റ് പിന്നെ ഒരു ഓട്ടമാണ് ചായ ഉണ്ടാക്കാനും ചോറുണ്ടാക്കാനും ഒക്കെ. അപ്പോൾ പിന്നെ ഇതൊന്നും നടക്കില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് ഒരു റിലാക്സ് ചെയ്യുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നീലേട്ടൻ പറഞ്ഞത്, ചിക്കൻ ഉണ്ടല്ലോ രാത്രി അതാക്കാം, നമുക്കത് ഒന്ന് മസാല തേച്ച് വെക്കാം എന്നുള്ളത്. അപ്പം പിന്നെ ഡ്രസ്സൊക്കെ മാറി സ്ഥിതിക്ക് എനിക്കതൊരു മടിയായി. അപ്പം നീലേട്ടൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നീലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് ടൈമായി പോവാന്നൊക്കെ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ചൂട് സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര ലേറ്റായിട്ടാണ് ഇരുടാവുക. അപ്പം ഇരുടായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്നത്തെ ദിവസം പോയ പോലെ തോന്നുക. അപ്പോൾ ഒരു ഭയങ്കര മൂഡ് ഓഫാണ്. അപ്പം പെട്ടെന്ന് ഇറങ്ങി ആ ഒരു വെളിച്ചം കാണുമ്പോൾ ഒരു സമാധാനമാണ്. ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് നടക്കുക, കുറച്ച് ആളെ കാണുക, ഈ ഒരു വെളിച്ചത്തൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ ഇറങ്ങിയ പാട് ഇവിടെ ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു ഫിലിപ്പിൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അങ്ങനെ ഇരുന്ന് കുറേ കാഴ്ചകളൊക്കെ കാണും. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ പലരും ജോലി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം ഇരുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഡേ ടു ഡേയിലേക്കാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ടോപ്സൊക്കെ നോക്കി ആ സ്കേർട്ടും മാറ്റി നേരെ നമ്മളൊരു ചായ കുടിക്കാൻ പോയി. ചായ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ഇനിയുള്ളത് അടുത്ത ദിവസത്തെ ഈവനിങ്ങിലെ ഒരു വീഡിയോ ആണ്. ഈ ദിവസത്തെ ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വന്നപ്പോഴേക്ക് ക്ഷീണമൊക്കെയായി. പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. നമ്മൾ ലുലുവിൽ പോവുകയാണ്. രാത്രി ഒരു 7:30 ആയിട്ടുണ്ടാവും. സാധനങ്ങൾ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല. കുറച്ച് ഫിഷ് വാങ്ങണം. കാരണം ഒരു വീക്കിലേക്കാണ് ഞങ്ങൾ വാങ്ങി വെക്കാറുള്ളത്. അപ്പോൾ ഈ വീക്കിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം ബുധനാഴ്ച രാത്രിയാണ്. നീലാടിന് ഈ വീക്കിൽ 2 ലീവ് ഉണ്ടായിരുന്നു. ഒരു വീക്ക്ലി ഓഫും അതേപോലെ തന്നെ ഒരു PHും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം PH എടുത്ത ദിവസത്തെ ആണിത്. കാരണം മുഹറം, പെരുന്നാൾ അങ്ങനെ കുറേ PH ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഓരോന്ന് എടുത്ത് ഇടയ്ക്ക് ഒരു മടി വരുമ്പോൾ എടുക്കുന്നതാണ്. അന്നത്തെ ദിവസത്തെ ഒരു കാര്യങ്ങളാണ്. കാരണം രാവിലെ ആസ് യൂഷ്വൽ കിടന്നുറങ്ങുക, ഫുഡ് ഉണ്ടാക്കുക. പിന്നെയാണ് വൈകിട്ടാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ അങ്ങനെ ലുലുവിൽ വന്ന് ഇങ്ങനെ ഫിഷിൻ്റെ ഏരിയയിലൊക്കെ പോയി നോക്കി. കുറേ തരം മീനുകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണാത്ത ടൈപ്പ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കഴിക്കുന്ന ഇവിടെ എല്ലാ കൺട്രിയിലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. അപ്പം എല്ലാ തരം മീനുകളും ഉണ്ട്. അപ്പം നമുക്ക് ചിലതിൻ്റെ പേരൊന്നും അറിയില്ല. ചിലതൊക്കെ നല്ല കണ്ടുപരിചയമുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. വാങ്ങിയാലും ഇല്ലെങ്കിലും ഇങ്ങനെ നടന്ന് അതൊക്കെ ഒന്ന് നോക്കുക, എല്ലാത്തിൻ്റെയും റേറ്റ് നോക്കുക. ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ കുറേ പാക്ക് ചെയ്ത് വെച്ച ഇതുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കി. പിന്നെ കുറച്ച് ഉണക്കൽ ടൈപ്പ് ഓഫ് മീനുകളും ഉണ്ട്. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു നാട്ടിലാണ് കുറച്ചുകൂടെ റേറ്റ് കുറവ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മളെ ഉണക്കലിലൊക്കെ നാട്ടിൽ ഭയങ്കര റേറ്റ് കുറവിന് കിട്ടൂലേ, ഇവിടെ ഭയങ്കര വിലയാണ്. അപ്പം അതൊക്കെ നോക്കി. പിന്നെ നമ്മൾ എഗ്ഗിൻ്റെ സെക്ഷനിൽ പോയി അതിൻ്റെ റേറ്റൊക്കെ നോക്കി. നമ്മൾ മോസ്റ്റ്ലി നെസ്റ്റോന്നാണ് എഗ്ഗൊക്കെ വാങ്ങാറ്. ഇവിടെ കുറച്ചുകൂടെ ഒരു റേറ്റ് കൂടുതലാണ്. അങ്ങനെ അതൊക്കെ നോക്കി. ഇടയ്ക്ക് ഞാനൊരു കുനാഫ പിസ്താഷ്യോ ക്രീം ബൺ കണ്ട്. ക്രീം ബൺ പൊതുവേ എനിക്കിഷ്ടമാണ്. പക്ഷേങ്കിൽ ഇത് കണ്ടപ്പം എനിക്ക് ആ ഒരു സ്വീറ്റ് ക്രീമിങ്സൊക്കെ കൂടുതലായതുകൊണ്ട് ഡയറ്റാണ്, എന്നാലും അത് ഇടയ്ക്കൊന്ന് പൊന്തി വരും. അപ്പം ഞാനിങ്ങനത്തെ ഓരോന്ന് എടുക്കും. ഞാൻ പിസ്താഷ്യോ ചോക്ലേറ്റില്ലേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഈ ക്രീം ബൺ എടുത്തതാണ്. ഇങ്ങനെയുണ്ട്, വീട്ടിലെത്തിയിട്ട് നോക്കാം. പ്രൈസ് നോക്കുകയാണെങ്കിൽ നാട്ടിലൊരു 80 ആ ഒരു റേഞ്ച് ഉണ്ടാവും ഒരു ക്രീം ബന്നിന്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രീം ബൻ പൊട്ടിച്ച് കഴിക്കുക എന്നുള്ളതാണ്. എനിക്കൊരു ഓക്കെ ഫീലാണ്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുഴപ്പമില്ല, എന്നാലും ആ ഒരു പ്രൈസിന് മാത്രമൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാങ്ങിയ ഫിഷൊക്കെ ബോക്സിലിട്ട് വെക്കുക എന്നുള്ളതാണ്. അവർ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരിക. വേണേൽ കട്ട് ചെയ്യാതെയും വാങ്ങാം. ഞാൻ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയത്.
ഇത് വാങ്ങുന്നതുകൊണ്ട് തന്നെ കുറച്ച് പണി കുറവാണ്. അങ്ങനെ ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഇട്ട് വെക്കുക. അപ്പോൾ ഒരു ഫിഷിനൊരു ഫ്രഷ്നെസ് ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാതെ തന്നെ കട്ട് ചെയ്ത ഫിഷ് ബോക്സിലിട്ട് അതിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും. അപ്പം കുറച്ചധികം ഫ്രഷ്നെസ് തോന്നും ഒരു വീക്കിലേക്കൊക്കെ എടുക്കുമ്പോൾ. പിന്നെ ഓൾറെഡി ഗ്യാസിൻ്റെ മുകളിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്തു കഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.